माधव जय कुंज बिहारी, जय राधा माधव, जय कुंज बिहारी, जय गोपी जन वल्लभा, जय गिरिवरधारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यशोदानंदन कुंज बिहारी, मुरली मनोहर करुणा सागर, मुरली मनोहर करुणा सागर, मुरली मनोहर करुणा सागर, जय गोवर्धन धारी, जय कुंज बिहारी, जय राधा माधव, जय कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम हरे कृष्णा हरे कृष्ण. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവരുമായിട്ട് ഒന്നുകൂടി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ രാധാമാധവ പാടി, പിന്നെ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകം ഭഗവത്ഗീത, അതായത് 1-ാം സ്കന്ധം, ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 7-ാം അധ്യായം 23-ാം ശ്ലോകത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുസ്തകം എല്ലാവരും ഉണ്ടെങ്കിൽ കാണുമല്ലോ. എടുത്തു വെച്ചാൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ആ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്നും അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. ഒന്നുകൂടി പറയണേ ശ്ലോകത്തിന്റെ നമ്പറൊക്കെ. ശ്ലോകം സ്കന്ധം 1, അധ്യായം 7, ശ്ലോകം നമ്പർ 23. ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള അധ്യായം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ്, ജയ ജയ ജഗന്നാഥ്, ജയ ജയ രാധമാധവ്, ജയ ജയ രാധമാധവ്. ജയ കൃഷ്ണ ബലറാം, ജയ കൃഷ്ണ ബലറാം, ജയ ജയ കൃഷ്ണ ബലറാം. ജയ ജയ ഗൗരനിതായ്, ജയ ജയ ഗൗരനിതായ്, ജയ ജയ പ്രഭുപാത്, ജയ ജയ പ്രഭുപാത്. ജയ ജയ ഗുരുദേവ്, ജയ ജയ ഗുരുദേവ്. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ബുധേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നമനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി.
നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലശ്രീമതേ മഹാവിഷ്ണുസ്വാമി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ വിവരവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം നോക്കാം. പുസ്തകം എല്ലാവരും ഉണ്ടോ? എല്ലാവരും പുസ്തകം എടുത്തിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ നമുക്ക് ശ്ലോകം ഞാനൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ശ്ലോകം 23. त्वमाद्य पुरुषा साक्षात् ईश्वरा प्रकृते परा मायां विबुधस्य विच्छिष्यक्त्या कैवल्येप्सित आत्मनि. त्वमाद्य पुरुषा साक्षात् ईश्वरा प्रकृते परा मायां विबुधस्य चिच्छक्त्या कैवल्यास्थित आत्मनि. त्वमाद्य पुरुषा साक्षात् ईश्वरा प्रकृते परा मायां विबुधस्य चिच्छक्त्या कैवल्ये स्थित आत्मनि. അർജുനൻ പറയുന്നതാണ് ശ്ലോകം. ഭഗവാനോട് അർജുനന്റെ പ്രാർത്ഥനയിൽ വരുന്ന ശ്ലോകമാണ് 23. അപ്പൊ ഇതിന്റെ ഇനിയും നമുക്കിതിന്റെ വാക്കുകളുടെ അർത്ഥം കൂടെ നോക്കാം. ത്വം ആദ്യ, അങ്ങ് അപൂർവ കൽപ്പിതാനാണ്. അങ്ങ് അപൂർവ കൽപ്പിതനാണ്, അതായത് ആദിപുരുഷനാണ്, മൗലികമായതാണ്. പുരുഷ, ആസ്വാദക, വ്യക്തി സ്വരൂപമാണ്. സാക്ഷാത്, പ്രത്യക്ഷമായി. ഈശ്വര, നിയന്താവ്. പ്രകൃതി, ഭൗതിക പ്രകൃതിയുടെ. പര, അതീന്ദ്രിയമായ. മായാം, ഭൗതിക ശക്തി. വിവിധസ്യ, ജനാന്തികമായി എറിയപ്പെട്ട ഒരുവൻ. വിവിധസ്യ, ജനാന്തികമായി എറിയപ്പെട്ട ഒരുവൻ. ശക്തിയ, അന്തരംഗശക്തി, മാർഗശക്തി, മാർഗമാക്കി. കൈവല്യേ, ശുദ്ധ നിത്യജ്ഞാനത്തിലും പരമാനന്ദത്തിലും. സ്ഥിത, അവസ്ഥിതമായി. ആത്മനി, ആത്മാവ്. വിവർത്തനം, സർവ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തിക്ക് അതീതനും അങ്ങാകുന്നു. അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തികളുടെ പരിണാമങ്ങളെ അങ്ങ് ആട്ടിയകറ്റുന്നു. അങ്ങ് സദാ നിത്യ പരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു. ശ്രീല പ്രഭുപാദർജിക്ക് ജയ്. ഭാവാർത്ഥം: ഭഗവാന്റെ ചരണകമലങ്ങളെ അഭയം പ്രാപിച്ച ഒരാൾ അജ്ഞതയുടെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുന്നുവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു. കൃഷ്ണൻ സൂര്യനെ പോലെയും മായ അഥവാ ഭൗതികാസ്തിത്വം അന്ധകാരത്തെ പോലെയുമാകുന്നു. എപ്പോൾ എവിടെ സൂര്യന്റെ പ്രകാശം ഉണ്ടാകുന്നുവോ അപ്പോൾ അവിടെ അന്ധകാരം അഥവാ അജ്ഞത തൽക്ഷണം ഇല്ലാതാക്കപ്പെടുന്നു. അജ്ഞത ലോകത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഉചിതമാർഗമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഭഗവാനെ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായി അഭിസംബോധന ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റ് സർവ ദേവസത്വങ്ങളും വിസ്തരിച്ചിട്ടുള്ളത്. സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണമായ വിസ്തരണമാകുന്നു. ഭഗവാൻ സ്വയം അസംഖ്യം ദേവസത്വസ്വരൂപങ്ങളായും ജീവസത്തുകളായും ഭഗവാന്റെ വിഭിന്ന ശക്തി സമേതത്തോടെ സ്വയം വിസ്തരിച്ചിരിക്കുന്നു.
എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ്വതും ഉത്ഭവിക്കുന്ന യഥാർത്ഥ അപൂർവ കൽപ്പിതനായ ആദിപുരുഷനായ ഭഗവാനാകും. സ്പഷ്ട പ്രപഞ്ചത്തിനുള്ളിൽ അനുഭവവേദ്യമായ സർവ്വവ്യാപിയായ ഭഗവത് ലക്ഷണങ്ങളും ഭഗവാന്റെ ഭാഗ്യ ചിത്രീകരണങ്ങളും മാത്രമാണ്. ആകയാൽ ഭഗവാനുള്ളിൽ പരമാത്മാവ് അടങ്ങിയിരിക്കുന്നു. അദ്ദേഹമാണ് പരിപൂർണ സത്യമായ പരമദിവ്യോത്തമ പുരുഷൻ. ഭൗതിക സൃഷ്ടിക്ക് അതീതനാകയാൽ ഭൗതിക ആവിഷ്കാരങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അന്ധകാരം സൂര്യന്റെ പ്രതിലോമ ചിത്രീകരണമാകുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ നിലനിൽപ്പ് സൂര്യന്റെ വർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ സൂര്യൻ സന്നിഹിതനായിരിക്കുമ്പോൾ അവിടെ അന്ധകാരത്തിന്റെ സൂചന പോലും ഉണ്ടാവില്ല. സൂര്യൻ പരിപൂർണമായും പ്രകാശം മാത്രമാണ്. എന്നതുപോലെ ഭൗതിക അസ്തിത്വത്തിന് അതീതമായ പരമജീവോത്തമ പുരുഷനായ ഭഗവാൻ പൂർണ്ണമായും പരമാനന്ദ പൂർണ്ണനാണ്. ഭഗവാൻ പരമാനന്ദ രൂപത്തിൽ ഭഗവാൻ പരമാനന്ദപൂരിതൻ മാത്രമല്ല, അതീന്ദ്രിയങ്ങളായ ഗുണസമ്പൂർണവുമാകുന്നു. സർവാതിശയം എന്നത് സ്ഥൈതികം മാത്രമല്ല, എന്നാൽ ആഗന്തുകമായ ബഹുവർണ്ണ സമ്പൂർണവുമാകുന്നു. ഭൗതിക പ്രകൃതി ഭഗവാനിൽ നിന്നും വിഭിന്നമാണ്. ഭഗവാനാണ് പരമൻ അഥവാ പ്രധാനി. ആകയാൽ ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാന് അനേകവിധമായ ശക്തികളുണ്ടെന്ന് മാത്രമല്ല, തന്റെ വിഭിന്ന ശക്തികളിൽ അദ്ദേഹം ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഭഗവത് ധാമത്തിൽ സർവ്വതും നിത്യവും പരിപൂർണമാകുന്നു. ഈ ലോകം നയിക്കപ്പെടുന്ന പ്രബലന്മാരായ അധികാരികളാലോ ശക്തികളാലോ അല്ല, സർവ്വവിധ ശക്തികളും നിവിഷ്ടമായ സർവശക്തിമാനായ ഭഗവാന്റെ അധികാര ശക്തിയാലാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ശ്ലോകം ഒന്ന് രണ്ട് ഭക്തന്മാർക്ക് വായിക്കാം. പുസ്തകമുള്ളവർ ഒന്ന് വായിച്ചു നോക്കാം. ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താ ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താ പ്രണാം പൂജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വം ആദയ പുരുഷാ സാക്ഷാത് ഈശ്വരാ പ്രകൃതേ പരാ മായാം വ്യൂജസ്യ ചിത്തസ്യ കൈവല്യേ സ്ഥിത ആത്മനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വരാ പ്രകൃതേ പരഃ മായാം വിദസ്യ ചിച്ഛക്യാ കൈവല്യേ സ്ഥിത ആത്മനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വരാ പ്രകൃതേ പരഃ മായാം വ്യൂതസ്യ ചിച്ഛക്യാ കൈവല്യേ സ്ഥിത ആത്മനേ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം വ്യുതസ്യ ചിച്ഛക്യാ കൈവല്യേ സ്ഥിത ആത്മനി. ഹരേ കൃഷ്ണ. കഴിഞ്ഞു. ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വരാ പ്രകൃതേ പരഃ മായാം വ്യൂതസ്യ ചിച്ഛക്യാ കൈവല്യേ സ്ഥിത ആത്മനി. അവ ഇവിടെ കൊണ്ട് നിർത്താൻ നോക്കിനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാൻ ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്യതം ത്വം സജീവം തദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ശ്രീവിശാഖാനിധം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ.
വംശാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലിംഗായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നിഗമകൽപതരോർഗളിതം ശുഖമുഖാദമർദ്ദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭൂയി ഭാവുക. ഹരേ കൃഷ്ണ. നമുക്ക് അതിന്റെ സാഹചര്യം എന്ന് നോക്കാം. എവിടെയാണിത്? ഇതിനകത്ത് ഈ അധ്യായത്തിന്റെ പേര് തന്നെ ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താന്ന് നോക്കാം. അത് കുരുക്ഷേത്ര യുദ്ധം കഴിയുന്നില്ല. അതിന്റെ അവസാന ഘട്ടത്തില് കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും യോദ്ധാക്കൾ വധിക്കപ്പെടുകയും വീരമൃത്യു വരിച്ച ആ യോദ്ധാക്കൾക്ക് അവർക്ക് അർഹമായ പ്രാപ്യസ്ഥാനം ലഭ്യമാക്കുകയും ചെയ്തതിനു ശേഷം ഭീമന്റെ ഗദയാൽ പ്രഹരമേറ്റ ധൃതരാഷ്ട്രപുത്രൻ ദുര്യോധനൻ നട്ടല് തകർന്ന് വിലപിച്ചുകൊണ്ട് നിലംപതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന ദ്രോണാചാര്യന്റെ സുതൻ അശ്വത്ഥമാവ് അദ്ദേഹത്തിന്റെ യജമാനെ സംതൃപ്തമാക്കാൻ വേണ്ടി വിഡ്ഢിത്തമായി ചിന്തിച്ചുകൊണ്ട് നിദ്രയിലായിരുന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരെ അവരുടെ ശിബിരത്തിൽ കയറി ഉറങ്ങിക്കിടന്ന കുട്ടികളെ വകവരുത്തുന്നു. അപ്പൊ ആ വകവരുത്തുന്ന വിവരം അറിഞ്ഞപ്പോൾ ദ്രൗപദിക്കുണ്ടായ വിഷമവും അതുകണ്ട് ദേഷ്യം വന്ന അർജുനൻ ഉടൻ തന്നെ ദ്രൗപദിയെ സാന്ത്വനപ്പെടുത്തുന്നു. എൻ്റെ കുട്ടികളെ കൊന്ന ആ നരാധവനെ അവന്റെ തല ഞാൻ വെട്ടിക്കൊണ്ട് നിന്റെ കാൽക്കൽ വെക്കുക. അതിനുശേഷം നീ കുട്ടികളുടെ മരണാനന്ത ക്രിയകളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടെ നിന്ന് കൃഷ്ണനുമായിട്ട് തേരെടുക്കുന്നു. തേരിൽ കയറി ഈ അശ്വത്ഥമാവനെ പിന്തുടരുന്നു. അപ്പൊ ആ കഥകളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താണ് നടന്നതെന്നും ഭീമാർജുനന്മാരും അതുപോലെ തന്നെ കൗരവരും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലും കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ അവസാന ഘട്ടത്തിലുള്ള കാര്യമാണിത്. അപ്പൊ അങ്ങനെ തുടക്കി അടികൊണ്ട് മരണശൈലിയിൽ കിടക്കുന്ന ആ ദുര്യോധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അശ്വത്ഥാമ ചെയ്യുന്ന വിഡ്ഢിത്തം ആണിത്. ഇപ്പൊ വിഡ്ഢിത്തം എന്ന് പറയാൻ പാടില്ല, ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലകൾ തന്നെയാണ്. അപ്പൊ അതനുസരിച്ചാണ് ഈ എല്ലാ പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അശ്വത്ഥമാവിനെ തിരയുന്ന അർജുനനും കൃഷ്ണനും എല്ലാം കൂടെ പോകുന്നു. അപ്പൊ ഇത് അറിഞ്ഞിട്ട് അശ്വത്ഥമാവ് അദ്ദേഹത്തിന്റെ കുതിരയെ തേരിന് കെട്ടി ഉടനെ തന്നെ അവിടുന്ന് അശ്വത്ഥമാവും പുറപ്പെടുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ അർജുനന്റെ കുതിരയുടെ വേഗവും അശ്വത്ഥാമന്റെ കുതിരയുടെ ക്ഷീണവും കാരണം അവർക്ക് അശ്വത്ഥമാവിന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അടുത്ത് വരുന്തോറും അശ്വത്ഥമാവിന് വളരെ പ്രയാസങ്ങൾ തോന്നി. പെട്ടെന്ന് തന്നെ ആ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും അവിടെ തന്നെ അദ്ദേഹം അർജുനെതിരെ ജീവഹാനി ഭയന്ന് അർജുനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. ആ ബ്രഹ്മാസ്ത്രം അർജുനന് നേർക്ക് വരുന്നു. പക്ഷെ അർജുനൻ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ തന്നെയും കൂടെ ഉണ്ടായിരുന്ന ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അഗ്നികോളം എൻ്റെ നേർക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, എന്താ കൃഷ്ണ ഞാൻ ചെയ്യുന്നത്? അപ്പൊ ആ ശ്ലോകമാണ് 22-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമഭയങ്കര ത്വമേകോ ദിവ്യമാനാനാം അപവർഗവാസി സംസൃത. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ഭഗവാനെ ചിന്തിക്കത്തില്ല. ഭഗവാൻ അടുത്തുണ്ടായാലും ശരി പെട്ടെന്ന് തന്നെ അതിന്റെ പ്രതിവിധി എന്താണെന്ന് ചെയ്യാൻ നോക്കും. പക്ഷെ പരമഭക്തനായ അർജുനൻ ഭഗവാനോട് തന്നെ ഉടനെ അതിനെപ്പറ്റിയുള്ള പ്രതിവിധി അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ശരിയായ ഭക്തന്റെ കർത്തവ്യം. ഒരു ഭക്തൻ എന്ത് തന്നെ ചെയ്യുന്നതായാലും ശരി അത് ഭഗവാനോട് അർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ.
അപ്പൊ ഇത്ര വലിയ ധനുഷ്ധാരി, അതായത് അസ്ത്രവിദ്യയിൽ വളരെ കേമനാണ് അർജുനൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് നേർ വരുന്ന ആ ഡേഞ്ചർ, അത്രയ്ക്ക് ഭീകരമായ അസ്ത്രം വരുന്ന കണ്ടിട്ട് പോലും അദ്ദേഹം സ്വന്തമായിട്ട് പ്രതിരോധിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് തന്നെ ഭഗവാന്റെ ശരണാഗതി പ്രാപിക്കുകയാണ്. ശരണാഗതി പ്രാപിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം എന്തും തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അർജുനോട് ഭഗവാനോട് പറയുകയാണ്, എന്താണ് ഭഗവാൻ ചെയ്യേണ്ടത്, ഇതെന്താണ് സംഭവിക്കുന്നത്, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ ശരണാഗതി പ്രാപിക്കുന്നു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ചു പോയതിനു ശേഷം ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണിത്. 23-ാം ശ്ലോകം. ത്വമാദ്യ പൂരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര മായാം വ്യുതസ്യ കൈവല്യസ്ഥിത ആത്മനി. അപ്പൊ ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനായാലും ശരി, ആ ഭഗവാന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുമേ. ഭക്തന്മാരുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക. ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കണം. അനുഗ്രഹം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനെ അറിയണമെങ്കിൽ സാധാരണ നമുക്ക് ഒരു വ്യക്തി എത്ര വലിയ വിദ്വാനായാലും ശരി, എല്ലാ വേദങ്ങളും പ്രാപ്തമാക്കിയിട്ടുള്ളവനായാലും ശരി, അങ്ങനെ അല്ലാത്ത നമ്മുടെ ഭൗതികമായ ഡിഗ്രികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ശരി, അദ്ദേഹത്തിന് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത് സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഭഗവാനിൽ നമ്മൾ ശരണാഗതി പ്രാപിക്കണം. ശരണാഗതി പ്രാപിക്കണമെങ്കിൽ ഭക്തന്മാർക്ക് മാത്രമേ ശരണാഗതി പ്രാപിക്കാൻ പറ്റൂ. ഏറ്റവും ഭഗവാന്റെ ദാസന്റെ ദാസനായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടൂ. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും തന്നെ അറിയാൻ സാധിക്കുകയില്ല. എത്ര പാണ്ഡിത്യമുള്ള വ്യക്തികൾക്കായാലും ശരി, ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ സാധിച്ചേക്കാം, അത് പൂർണ്ണമല്ല. ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ അത് നടക്കുന്നതായിട്ട് പറയുന്നില്ല. അപ്പൊ അത് നമ്മൾ പല പ്രവർത്തികളും ചെയ്യുന്നു, നമ്മൾ വളരെ അധ്വാനിക്കുന്നു, നമുക്ക് ഭൗതികമായിട്ട് ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഏത് വിധത്തിൽ നമുക്ക് വളരെ ഉയരണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ശരി, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും തന്നെ നടക്കുകയില്ല എന്ന് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കന്മാരും അത് തന്നെയാണ് പറയുന്നത്. ഒരു ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും തന്നെ നേടാനും സാധ്യമല്ല എന്ന് പറഞ്ഞു. അർജുനൻ ഭഗവാനെ അതുപോലെ രക്ഷിതാവായി കണ്ടു. ഏതവസരത്തിലും ഭഗവാന്റെ ഒരു ദാസൻ, ഭഗവാന്റെ ഒരു ശരണാഗതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടിമയാകുക. ഭഗവാൻ തന്നെയാണ് വേറെ ഒരു ആശ്രയം അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഏത് അവസരത്തിലും അർജുനൻ ഭഗവാന്റെ ആശ്രിതൻ തന്നെയാണ്. അദ്ദേഹം എപ്പോഴും അതുമാതിരി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആശ്രിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ ലക്ഷ്യം. അതായത് ഭക്തന്മാർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭഗവാനെ എപ്പോഴും ഭഗവാന്റെ ആശ്രിതനായിരിക്കണം. നമ്മളൊക്കെ ചെയ്യുന്നത് സാധാരണ നമ്മളെപ്പോഴുള്ള വ്യക്തികൾ ചെയ്യുന്നത്, നമുക്ക് ആവശ്യം വരുമ്പം നമ്മൾ ഭഗവാന്റെ ആശ്രിതനായി നോക്കും. ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാനെ ചിന്തിക്കാറില്ല. അതുപോലെ ഏതവസരത്തിലും നമ്മൾ ഭഗവാന്റെ ആശ്രിതരായിട്ട് തന്നെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുമുള്ളൂ. നമ്മൾ സാധാരണ ഒരു വീട്ടിലെ പണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, സാധാരണ വ്യക്തികൾ, അതായത് ഭക്തന്മാരിലോട്ട് എത്താത്ത ഭക്തരായിട്ട് മാറിയാടി വരുന്ന കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു ഭഗവാന് എന്തെങ്കിലും, അല്ലെങ്കിൽ ദേവിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്തുള്ള പള്ളിക്ക് ഒരു മെഴുകുതിരി എത്തിക്കാം, അങ്ങനെയൊക്കെ ആരും പറഞ്ഞിട്ട് കുറച്ച് സമാധാനമായി കഴിയുമ്പോൾ നമുക്കത് ലഭിച്ചെന്നിരിക്കും, കളഞ്ഞു കിട്ടി. അപ്പൊ അങ്ങനെയല്ല വേണ്ട, താൽക്കാലികമായിട്ടുള്ള ശരണാഗതി, അതായത് ശരണാഗതിയല്ല, നമ്മുടെ ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ്. അതുപോലെ ഏതവസരത്തിലും നമ്മൾ ഭഗവാനെ നമ്മുടെ
പ്രഭുവായിട്ട് തന്നെ വിചാരിച്ചുകൊണ്ട് ഇരിക്കണം. ഭഗവാന്റെ ഒരു ദാസൻ ആയിട്ട് തന്നെ എപ്പോഴും ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും, നമ്മുടെ കാര്യങ്ങൾ നടക്കൂ. ചിലർ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഭഗവാനെ ഒന്ന് കാണിച്ചു തരാമോ, എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്? അപ്പൊ അർജുനൻ പറയുന്നത്, ഭഗവാൻ ഇതാണ്, ഭഗവാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് ഭഗവാൻ. അപ്പൊ എന്തുകൊണ്ട് അർജുനൻ അങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ, അർജുനൻ ഭഗവാന്റെ ശരിക്കും ദാസനാണ്, ശരിക്കും ഭഗവാന്റെ ആശ്രിതനായിട്ട് മാറിയിട്ടുള്ളതിനാൽ മാത്രമാണ് അങ്ങനെ അദ്ദേഹത്തിന് കാണുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത്, ത്വം ആദ്യ പുരുഷ സാക്ഷാത് ഈശ്വര, ആദ്യമായിട്ടുള്ള പുരുഷൻ, അതായത് ആദ്യമായിട്ടുള്ള ഈശ്വരൻ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷാത് ഈശ്വരൻ, ശരിക്കുമുള്ള ഈശ്വരൻ തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളും പല പ്രാവശ്യം പലരും പഠിച്ചിട്ടുള്ളതാണ്. പല പുസ്തകത്തിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദി ഗോവിന്ദ സർവകാരണ കാരണം എന്നൊക്കെ നമ്മൾ ബ്രഹ്മസംഹിതയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ഏതേജാം സകലാഭിമുക്ത കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിൻ്റെയും ആദ്യമായിട്ടുണ്ടായ പുരുഷൻ കൃഷ്ണൻ തന്നെയാണ്. പുരുഷൻ കൃഷ്ണൻ മാത്രവുമാണ്. മറ്റുള്ളതെല്ലാം പ്രകൃതിയാണ്, നമ്മളും പ്രകൃതിയിൽ ഉൾപ്പെടും. പക്ഷേ കൃഷ്ണന്റെ അംശമാണ്. പക്ഷെ നമ്മളൊന്നും പുരുഷവർഗത്തിൽ പെടുന്നില്ല, എല്ലാവരും സ്ത്രീവർഗത്തിലാണ്. അത് പ്രകൃതിയിൽ ഉൾപ്പെടുന്നു. ഭഗവാൻ മാത്രം ഒരേ ഒരു പുരുഷൻ. അതുകൊണ്ടാണ് ആദ്യ പുരുഷൻ യഥാർത്ഥ പുരുഷനും ആദ്യ ഭഗവാനും ഒക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് അർജുനൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തില് 5 ആദി ചരിതാമൃത ആദി ലീല, അതിനകത്ത് 5:142 പറയുന്നുണ്ട്, കൃഷ്ണ ആരാ ഈശ്വര കൃഷ്ണ ഏകലേ ഈശ്വര കൃഷ്ണ ആരാ സബ് ഭൃത്യ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഈശ്വരൻ കൃഷ്ണൻ മാത്രമാണ്, ബാക്കിയുള്ളവരെല്ലാം ഭൃത്യന്മാരാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിലും പറയുന്നു. ഭഗവത്ഗീത 7:7 ഇത് വിശദമാക്കുന്നുണ്ട്. ആ ഭഗവാനെ പറ്റി പറയുന്നു. എനിക്ക് ആ ശ്ലോകം കാണാതെ പറയാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് 7:7 ശ്ലോകം നമുക്ക് നോക്കാം. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോക്തം മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. മത്ത പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമല്ല. പരമസത്യം എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണെന്ന് പറയുന്നു. അതാണ് കൃഷ്ണനെ പറ്റി പറയുന്നത്. ആദിപുരുഷൻ എന്ന് പറയുന്നത് അത് തന്നെ. മുത്തുക്കൾ നൂലെന്ന പോലെ സർവം എന്നിൽ ഇണക്കിച്ച് കോർത്തിപ്പെട്ടിരിക്കുന്നു. അതായത് ആദിപുരുഷനും എല്ലാത്തിനും കാരണം എന്നേക്കാൾ ശ്രേഷ്ഠമായിട്ട് യാതൊന്നുമില്ല. പരമസത്യമാണ് കൃഷ്ണൻ. അതിൽ കൂടുതൽ ഒന്നുമില്ല, ആരുമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 7:7 ഭഗവത്ഗീത 7:7 പറയുന്നത്. അപ്പൊ ഇതുപോലെ പല ശ്ലോകങ്ങളിലും കൃഷ്ണനെ പറ്റി പറഞ്ഞത് കൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ. യഥാർത്ഥ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്, വേറെ ആരും ഭഗവാനല്ല. അതുപോലെ പുരുഷൻ എന്ന് പറയുന്നതും കൃഷ്ണൻ മാത്രമാണ്. ബാക്കിയെല്ലാം സ്ത്രീ വർഗത്തിൽപ്പെട്ടതാണ്, സ്ത്രീകളാണെന്നും പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും, അതായത് പുരുഷന്റെ രൂപത്തിലുള്ള നമ്മളൊക്കെ തന്നെ പുരുഷവർഗത്തിൽപ്പെടുന്നില്ല, പുരുഷനായിട്ട് കണക്കാക്കുന്നില്ല അർജുനൻ. അല്ലെ ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് പുരുഷൻ എന്ന് പറയുന്നു. അപ്പൊ ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ അംശങ്ങളൊക്കെയാണ് ശരി, എങ്കിലും അതൊന്നും തന്നെ പുരുഷനായിട്ട് കണക്കാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. 10:2 അതുപോലെ പറയുന്നു, ഭഗവത്ഗീത അഹം സർവസ്യ പ്രഭവോ മൊത്ത സർവം പ്രവർത്തത ഇതി മത്വ ഭജന്റെ മാം ഉദാഭാവ സംഹിത. എല്ലാത്തിന്റെ ഉറവിടം കൃഷ്ണനാണ്, അതാണ് പരമപുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പല പല ശ്ലോകങ്ങളിലും ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ സ്വയം പറഞ്ഞ ഗീതയാണ് ഭഗവത്ഗീത. അവിടെയും സ്വയം ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ മാത്രമാണ് ഭഗവാൻ, ആദ്യമേ ഭഗവാൻ ഞാൻ തന്നെയാണ്, വേറെ ആരും ഭഗവാനല്ല, എന്നെ തന്നെ ആശ്രയിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾക്ക് വേണ്ടി പറയുന്നതാണ് ഭഗവത്ഗീതയും.
നമ്മള് ഭഗവാനെ അറിയണമെങ്കിൽ നമ്മളെ മൂങ്ങയെ പോലെ കണ്ണുടച്ച് കിട്ടിയിരുന്നാൽ കാണത്തില്ല. മൂങ്ങയ്ക്ക് പകല് സൂര്യൻ ഉണ്ടെങ്കിലും വെട്ടം കാണില്ല എന്ന് പറഞ്ഞ പകല്. അതുപോലെ കാണണമെങ്കിൽ മഹാജൻ, അതായത് അർജുനെപ്പോലുള്ള മഹാജനങ്ങളുമായിട്ട് ഉള്ള സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഭാഗവതം 6:3:20 വിശദീകരിച്ചിരിക്കുന്ന ആരൊക്കെയാണ് മഹാജന്മാർ. മഹാജന്മാർ ആണ് ഭഗവാനെ പറ്റിയുള്ള എല്ലാ വൃത്താന്തങ്ങളും നമുക്ക് തന്നിരിക്കുന്നത്. അതായത് സാധാരണ ഭക്തന്മാർക്കും സാധാരണ ജനങ്ങൾക്കും. 6:3:20 6-ാം സ്കന്ധം 3-ാം അധ്യായം 20-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആരൊക്കെ മഹാജന്മാർ എന്നുള്ളത്. ആരൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവ്, ഭീഷ്മർ, ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, കപിലദേവൻ, 4 കുമാരന്മാർ, മഹാബലി, ജനകൻ, ശുഗൻ, യമൻ, മനു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ 4 വർണ്ണങ്ങളിൽപ്പെട്ടവരും ഉണ്ട്. അതായത് സന്യാസിമാരെ പെട്ടവരുണ്ട്, ഗൃഹസ്ഥാശ്രമികളുണ്ട്, ബ്രഹ്മചാരികളുണ്ട്, അങ്ങനെ ബ്രാഹ്മണർ, ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് ഈ മഹാജനന്മാരിൽ. അങ്ങനെ ഭഗവാനെ ശരിക്കും അറിയണമെങ്കിൽ ഈ മഹാജനങ്ങളുടെ നിഷ്കരിച്ചിട്ടുള്ള രീതി എങ്ങനെ നമ്മൾ പിന്തുടർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഹാജന്മാരെ കാണാൻ ഭഗവാനെ കാണാൻ സാധിക്കൂ. ഭഗവാനെ അറിയണമെങ്കിൽ മഹാജന്മാരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ, അതായത് അർജുനനെ മഹാജന കൂട്ടത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം അതിനെ ഭഗവാൻ ആരാണെന്നും എവിടെയാണെന്നും ഭഗവാന് ആരൊക്കെയാണ് ഭഗവാനിൽ നിന്നുമാണ് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ പ്രകൃതികളും, അതുപോലെ തന്നെ എല്ലാ ദേവന്മാരും, അതുപോലെ മഹർഷിമാരും ഒക്കെ തന്നെ എല്ലാം ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതിൻ്റെയൊക്കെ ഉറവിടം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നതും അർജുനൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആദിപുരുഷനും എല്ലാത്തിൻ്റെയും ഉറവിടവുമായ ഭഗവാന് അങ്ങയുടെ ഇതിനാ പറയുന്നത് സർവ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തിക്ക് അതീതനും അങ്ങാകുന്നു. അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ആട്ടിയകറ്റുന്നു. അങ്ങ് സദാ നിത്യ പരമാനന്ദത്തിലും അതിന്നരിയ ജ്ഞാനത്തിലും എല്ലാത്തിൻ്റെയും ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തി ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കും ഭഗവാനെ അറിയണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അർജുനൻ എങ്ങനെ ശരണം പ്രാപിച്ചോ അതുപോലെ തന്നെ ഏതവസരത്തിലും നമ്മൾ കൃഷ്ണന്റെ ശരണാഗതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കും ഭഗവാനെ കാണാൻ സാധിക്കുമെന്നാണ് അർജുനനും പറയുന്നത്. ഏത് വിധത്തിലുള്ള ബന്ധവും കൃഷ്ണനായിട്ട് നമുക്ക് സ്ഥാപിക്കാം. പ്രേമരൂപത്തിൽ, അതായത് അച്ഛൻ്റെ രൂപത്തിലോ അമ്മയുടെ രൂപത്തിലോ ഭാവത്തിലോ അല്ലെ കുട്ടിയുടെ ഭാവത്തിലോ ഏത് വിധത്തിലും ഗോപികമാരെ സമീപിച്ച മാതിരി ആ ഗോപികമാരുടെ ഭാവത്തിലോ അങ്ങനെ ഒക്കെ ഏത് രീതിയിലും നമുക്ക് ഭഗവാനെ ഇഷ്ടം പോലെ നമുക്ക് ആശ്രിതമാകാം. ആ ഭാവത്തിൽ ഇങ്ങനെയുള്ള ഏത് ഭാവത്തിൽ വേണേലും നമുക്ക് ഭഗവാനുമായിട്ട് ശരണാഗതി പ്രാപിക്കാം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ബന്ധത്തിൽ കൃഷ്ണനുമായി ബന്ധം തുടരണം. ഭഗവത്ഗീതയിലെ 18:61 ശ്ലോകത്തിൽ പറയുന്നു, ഹേ അർജുന, എല്ലാവരുടെ ഹൃദയത്തിലും പരമപുരുഷൻ കുടികൊള്ളുന്നുണ്ട്. ആ ശ്ലോകം അറിയാവുന്ന എല്ലാവർക്കും. 18:61 നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള ശ്ലോകമാണ്. എന്നതുകൊണ്ട് കൂട്ടുകൂടി ഭഗവാനുമായിട്ട് ഏതവസരത്തിലും ആത്മഭഗവാന്റെ അംശമായതിനാൽ സ്വതന്ത്രരായി ജീവിക്കാൻ സാധ്യമല്ല. ഇവിടെ അതും പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഭഗവാന്റെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഒരു വിധത്തിലും പറ്റില്ല. അതിനാൽ ഏതവസരത്തിലും കൃഷ്ണനുമായിട്ട് നമ്മൾ ശരണാഗതിയിൽ പെടണം എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണൻ എപ്പോഴും നമ്മുടെ അകത്ത് തന്നെ പരമാത്മ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരും ഓരോ വ്യക്തിയുടെയും
അന്തർഭാഗത്ത് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഭഗവാനുമായിട്ട് കൂട്ടുകൂടുന്നതിൽ അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മൾ ചെയ്തേണ്ട കാര്യം നമ്മുടെ ഭഗവാൻ, നമ്മുടെ മഹാപ്രഭുവാണ് ഭഗവാൻ എന്ന് വിചാരിച്ച് നമ്മൾ അദ്ദേഹത്തെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ ഭഗവാൻ ആൾറെഡി നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ ഭാവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എങ്കിലും ഏതൊരു വസ്തുവിന്റെ പരമാണുക്കളിൽ പോലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ആശ്രിതരാകുന്നതിന് നമുക്ക് അങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല. പക്ഷെ നമ്മുടെ മനസ്ഥിതി, ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ പ്രവർത്തിച്ചാൽ അപ്പം നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റി. ഈ പറഞ്ഞിട്ടുള്ള വാത്സല്യഭാവത്തിലോ പ്രേമഭാവത്തിലോ ഏതൊക്കെ ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സ്വീകരിക്കാൻ പറ്റും. എന്നാൽ ഈ മൂഢന്മാർ സ്വതന്ത്രമായി ഭൗതിക ലോകത്തിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ജീവാത്മാക്കൾ, അതായത് പ്രസ്ഥാനമായ ഭഗവാന്റെ, അതായത് ആളിക്കത്തുന്ന ഒരു അഗ്നിയിൽ നിന്നും ഒരു തുള്ളി, ഒരു 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 എന്താണ് പറയുന്നത്, ഒരു തീപ്പൊരി, ഒരു പൊരി കഷ്ണം താഴെ വീണ മാതിരിയാണ് നമ്മള്. അപ്പൊ ആ ഭഗവാൻ ഒക്കെ ശരിയാണെങ്കിലും ശരി, നമ്മൾ വന്നതിന് ശേഷം, ആ തീപ്പൊരി താഴെ വീണതിന് ശേഷം നമുക്ക് ആ ഭഗവാനുമായിട്ടുള്ള അല്ലെങ്കിൽ ആ തീപ്പൊരിയായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് പറ്റുന്നില്ല. സാധാരണ വ്യക്തികൾ, അതായത് മൂഢന്മാരുടെ വ്യക്തികൾ താഴെ വീണതിന് ശേഷം, ഭൗതിക ലോകത്തിൽ എത്തിയതിനു ശേഷം മായയിൽ കൂടെ നമ്മൾ അധപ്പതിച്ചു കൊണ്ടേ പോവുകയാണ്. നമ്മുടെ വ്യഗ്രത, ഭൂലോകത്തിന് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ പല പല കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മൾ വന്ന സ്ഥലം എവിടാണെന്നോ, നമ്മുടെ പ്രവൃത്തി എന്താണെന്നോ, നമ്മുടെ സ്വരൂപം എന്താണെന്നോ നമ്മൾ ചിന്തിക്കാതെ അങ്ങനെ ആ ഭൗതിക ലോകത്തിൽ സുഖലോലുപമായ ഈ സുഖലോപം, അതായത് ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം, ആത്മീയമായ സുഖം നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന ആത്മീയമായുള്ള സുഖമാണ്. ആ ആത്മീയ സുഖം നേടുന്നതിനെങ്കിൽ ഭഗവാന്റെ കൂടെ വസിക്കണം. അത് വിട്ടിട്ട് നമ്മൾ ഭൗതികമായ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, പല പല മോഹങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. നമുക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകണം, ഒരുപാട് ബാങ്ക് ബാലൻസ് വേണം, മറ്റുള്ളവരെക്കാൾ കൂടി, അല്ലെങ്കിൽ മന്ത്രി ആവണം, മറ്റേതാകണം, എന്തെങ്കിലും ഇതേമാതിരി പുതിയ പുതിയ കാറുകൾ വരുമ്പോൾ അത് വാങ്ങണം, ഇങ്ങനെയുള്ള മോഹങ്ങൾ, അല്ലെ വലിയ വലിയ സിനിമാ നടനാവണമെന്നോ എന്തെങ്കിലുമൊക്കെ വിചാരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഭൗതിക, നമ്മുടെ ഭഗവാന്റെ ശക്തി തന്നെയാണ് മായ എങ്കിലും ശരി, ആ മായയ്ക്ക് അധീനപ്പെട്ടിട്ട് നമ്മുടെ ഭൗതിക ലോകത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഭഗവാന്റെ ആശ്രിതത്വം നമുക്ക് കിട്ടെങ്കിലേ പറ്റൂ. അതിനാണ് അർജുനൻ ഇവിടെ കൃഷ്ണ ഭഗവാന്റെ ആശ്രയത്തിന് വേണ്ടി കൃഷ്ണനെ ഇവിടെ സ്തുതിക്കുന്ന ശ്ലോകമാണിത്. ഒന്ന് രണ്ട് ശ്ലോകം കൂടെ അദ്ദേഹത്തിന്റെ ഉണ്ട്. അപ്പൊ ഇത് അത് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്: ഭഗവാന്റെ ആശ്രിതനാകുക, ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ, നമ്മുടെ സ്വരൂപം എന്ന് പറയുന്ന ഭഗവത് ധാമത്തിൽ പോവുക, ഭഗവാന്റെ ദാസനായി എപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുക. നമ്മുടെ പരമ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അത് ഭഗവത് പ്രീതിക്ക് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് ആശ്രിതനായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഈ ഭൗതിക ലോകം വിട്ടിട്ട് നമുക്ക് ഭഗവാന്റെ സാന്നിധ്യത്തിൽ, അതായത് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ കൂടെ തന്നെ എത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത് ഭഗവാന്റെ ആശ്രിതനായിട്ട് ഏതവസരത്തിലും ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഭഗവാന് കീഴടങ്ങി കഴിയുമ്പം ദാസനാകുന്നു. അല്ലെങ്കിൽ ദാസൻ എന്ന് പറഞ്ഞാലും പോരാ, അദ്ദേഹത്തിന്റെ അടിമയായിട്ട്, അതായത് ഭഗവാൻ എന്താണ് പറയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാൻ എന്താണ് ധർമ്മത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ഭഗവാൻ എന്തൊക്കെ, അർജുനൻ അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ യുദ്ധം ചെയ്യാൻ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ മരുമകനാണ്, എൻ്റെ അമ്മാവനാണ് എന്നുള്ള ചിന്തയുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സെ വിട്ടുപോയി യുദ്ധം ചെയ്യാൻ ഉള്ള സമയത്ത്. അപ്പൊ അതിന് ഭഗവാൻ അവിടെ വെച്ച് ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവത്ഗീത. അങ്ങനെ ഭഗവത്ഗീത ഉപദേശിച്ചത് കൊണ്ടാണ് അർജുനന് മാറ്റങ്ങളുണ്ടായി. അങ്ങനെ മാറ്റങ്ങളുണ്ടായി, യുദ്ധം സമർത്ഥ്യത്തോട് ചെയ്യുന്ന ഒടുക്കം ഭഗവാൻ പറയുന്നു, നീ ഒരു നിമിത്തമായിട്ട് കണ്ടാൽ മതി അവിടെ നിന്നിട്ട്, ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, നീ അങ്ങനെ നീയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്താൽ മതി ലോകത്തിന്, ബാക്കി എല്ലാ കാര്യവും ഞാൻ ക്ലിയർ ചെയ്തിരിക്കും. അത് അദ്ദേഹത്തിന്റെ വിരാട് രൂപം പ്രത്യക്ഷമായപ്പോൾ അർജുനോട് പറയുന്നുണ്ട്, നീ നിമിത്തം മാത്രമാണ്, നീ വെറും ഉപകരണം മാത്രമാണ് നീ, അതുകൊണ്ട് നീ എന്നെ സേവിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ അതുപോലെ നമ്മളൊക്കെ തന്നെ
കൃഷ്ണന്റെ സേവകരായിട്ട് മാറുകയാണെങ്കിൽ, കൃഷ്ണന്റെ ദാസന്മാരായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് പരിപൂർണമായ ഭഗവാനായിട്ട് സമ്പർക്കം ചെയ്യാൻ, അതായത് സാക്ഷാൽ ഭഗവാന്റെ അടുത്ത്, കൃഷ്ണ ഭഗവാന്റെ അടുത്ത് തന്നെ എത്താൻ സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നതും ഈ ഭാവാർത്ഥത്തിൽ നമ്മുടെ പ്രഭുപാദർജി നമുക്ക് ഉപദേശിക്കുന്നത്. ഏത് വിധത്തിലായാലും ശരി, ഏത് അവസരത്തിലായാലും ശരി, ഭഗവാന്റെ ദാസനായിട്ട് തന്നെ ജീവിക്കാൻ നോക്കുക. അങ്ങനെ ഈ ജീവിതം ജീവാത്മാക്കളെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവതരിച്ച സമയത്താണ് ഈ അർജുന, അതായത് ഭൂമി ദേവി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചത് പ്രകാരമാണ് ആ ഭഗവാൻ ഇവിടെ മനുഷ്യരൂപത്തിൽ ആകൃതനാകുന്നതും ഇവിടുത്തെ ജനസംഖ്യ അല്ലെ ഭൂമി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതും അങ്ങനെ ദുഷ്ടന്മാരായിരുന്ന രാജാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് ഭാരതയുദ്ധം നടത്തുന്നതും അങ്ങനെ ഭാരതയുദ്ധത്തിൽ അത്രയ്ക്ക് ദ്രോഹികളായിരുന്ന രാജാക്കന്മാരുടെയും ആ ജനബാഹുല്യം കുറയ്ക്കുകയും ചെയ്തതിന് വേണ്ടി അദ്ദേഹം ഇവിടെ ആഗതനായത് ഭഗവാൻ കൃഷ്ണൻ, യഥാർത്ഥ ഭഗവാൻ. ഗോലോകത്തിൽ നിന്നും അദ്ദേഹം ലോകത്തിന്റെ ഒരു ഭാഗം ഇവിടെ മനുഷ്യരൂപത്തിൽ ഇവിടെ എത്തുകയും ഇവിടുത്തെ ഈ അതിക്രമിച്ചുകൊണ്ടിരുന്ന ഈ ധർമ്മം ക്ഷയിച്ചുകൊണ്ടിരുന്ന ആ ധർമ്മത്തിന് വിരക്തിയിടാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയത് ഒക്കെ തന്നെ ഈ ഭഗവാന്റെ ലീലകൾ തന്നെയായിരുന്നു. ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നു. നാം ഇത് അങ്ങനെ അവതരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ അതായത് ഭഗവാന്റെ അടിമയായി അല്ലെങ്കിൽ ഭഗവാന്റെ ആശ്രിതനായിട്ട് നമ്മൾ കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ജയിലറയാണ് നമ്മുടെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ജയിലറ തന്നെയാണ്, ശിക്ഷിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ തന്നെ. അപ്പൊ ആ ശിക്ഷയിൽ നിന്നും ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഭഗവാന്റെ ധർമ്മമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അർജുനൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ സ്വരൂപത്തിലെത്താനും ഭഗവാന്റെ ദാസന്മാരെ അവിടെ ഇരിക്കാനും സാധിക്കുമെന്നാണ് ഏത് ധർമ്മഗ്രന്ഥങ്ങളിലും. അതുപോലെ ഭഗവാന്റെ ഭഗവത്ഗീതയിലായാലും ശരി, ഭഗവത്ഗീതയിലായാലും ശരി, ഭാഗവതത്തിലായാലും ശരി, ചൈതന്യ ചരിതാമൃതത്തിലായാലും എല്ലാം തന്നെ പഠിപ്പിക്കുന്ന ഭഗവാന്റെ ദാസന്മാരായി തീരുക, ഭഗവത് ദാസന്മാരായി ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ ഭഗവാന്റെ ഏത് അവസരത്തിൽ നമ്മൾ മരിച്ചതിന് ശേഷമായാലും നമ്മുടെ ആത്മാവോടൊപ്പം, ഈ ശരീരം എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മുടെ ശരിയായ സ്വരൂപം എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവ് ഭഗവാന്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ നമ്മുടെ പ്രവൃത്തികളെ അനുസരിച്ച് നമുക്ക് ഈ മനുഷ്യ ശരീരം സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ പ്രവൃത്തികളെ അനുസരിച്ചാണ് നമുക്ക് അടുത്ത ജന്മം അല്ലെങ്കിൽ നമുക്കിനി ഒരു ജന്മം ഉണ്ടാകുന്നത്. നമ്മുടെ ആ പ്രവൃത്തികൾ നമ്മുടെ അടുത്ത ജന്മം കിട്ടണമെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ അടുത്ത ജന്മം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് ഭഗവാന്റെ ദാസന്മാരെ മാറുകയാണെങ്കിൽ ഇതോടെ നമ്മുടെ ജന്മം അവസാനിക്കുകയും നമുക്ക് ഭഗവാന്റെ ദാസന്മാരായി നിരന്തരം ജീവിക്കുകയും ചെയ്യും, തുടരുകയും ചെയ്യാം. അപ്പൊ അത് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അടുത്ത ജന്മം നമുക്ക് കിട്ടുമോ വേണ്ടതോ. അടുത്ത ജന്മം കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് പല പല രൂപത്തിൽ നമുക്ക് ഇവിടെ വരേണ്ടതായിട്ട് വരും. 84 ലക്ഷം ജീവിവർഗങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ആ 84-ൽ ചിലപ്പോൾ നമ്മൾ നായോ പൂച്ചയോ പട്ടിയോ അങ്ങനെയുള്ള മൃഗങ്ങളോ ഉരകങ്ങളോ വൃക്ഷങ്ങളോ ഒക്കെ ആയി തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ മരിച്ച് ജനിച്ച് വീണ്ടും ഒരു ജനനം എടുക്കണമെങ്കിൽ തന്നെ എത്ര പ്രയാസമുള്ള കാര്യമാണെന്നറിയാമോ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ ശരിയാമണ്ണം നടത്തുക, ഭഗവാന്റെ ദാസന്മാരായിട്ട് എപ്പോഴും ജീവിക്കുക. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണാവബോധ സമിതിയുള്ളത്. നമുക്ക് കൃഷ്ണാവബോധ സമിതിയായിട്ട് കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ജന്മം ഇല്ലാതിരിക്കാനും ഭഗവാന്റെ അടുത്ത് എന്നും സ്ഥിരമായിട്ട് ഭഗവാന്റെ ദാസന്മാരായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രഭുപാദർജി പറയുന്നുണ്ട്. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏതവസരത്തിലും ജപിക്കുക, കൃഷ്ണനെ ഒരിക്കലും മറക്കാതിരിക്കുക. ഏതവസരത്തിലും നമ്മൾ കൃഷ്ണന്റെ ദാസന്മാരായിട്ട് തന്നെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഭഗവത് സന്നിധിയിൽ തന്നെ എന്നും നിലനിൽക്കാനുള്ള സൗകര്യം കൃഷ്ണൻ ഉണ്ടാക്കി തരും എന്ന് എല്ലാ നമ്മുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ ഭാഗവതായാലും ശരി ഭഗവത്ഗീതയായാലും ശരി നമുക്ക് ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രഭുപാദർജി മലയാളത്തിൽ തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്.
ഏത് വിധത്തിൽ അതെല്ലാം പഠിച്ചാൽ നമുക്ക് ഇതൊക്കെ പ്രവർത്തികമാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഏതവസരത്തിലും കൃഷ്ണന്റെ ദാസന്മാരായി ജീവിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നുള്ള ഒരു അപേക്ഷയോട് കൂടി തൽക്കാലം ഈ ശ്ലോകത്തെ പറ്റിയുള്ള ചർച്ച ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.